ഇപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിലും വലിയ ട്വിസ്റ്റ് നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്ന ഒരു നിമിഷമായിരുന്നു സച്ചിയുടെയും രേവതിയുടെയും ശാന്തി മുഹൂർത്തം. അങ്ങനെ അത് നല്ല ശുഭമായിട്ട് കഴിഞ്ഞു. അവർ സന്തോഷത്തോടെ ജീവിക്കുന്ന സമയത്താണ് ചന്ദ്രമതി വലിയൊരു പണി അവർക്കിട്ട് കൊടുത്തത്. അതിനുശേഷം ചന്ദ്രമതി വിചാരിച്ചത് സച്ചിയും രേവതിയും തമ്മിൽ പിരിഞ്ഞിരിക്കും, അവരുടെ ആ ഒരു പ്രണയം മാറും, അല്ലെങ്കിൽ അവരുടെ സ്നേഹം എല്ലാം നഷ്ടപ്പെടും, വീണ്ടും പ്രശ്നങ്ങളാകും. അങ്ങനെയൊക്കെയാണ് ചന്ദ്രമതി ഒരുപാട് കണക്കുകൂട്ടലുകൾ നടത്തിയത്. എന്നാൽ ഇതെല്ലാം വെറും വേസ്റ്റ് ആയിപ്പോയി, അല്ലെങ്കിൽ ഇതെല്ലാം വെറുതെയാണ്. അവരെ ഒരിക്കലും തമ്മിൽ ആര് വിചാരിച്ചാലും അവരെ തമ്മിൽ പിരിക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് നമ്മുടെ ചന്ദ്രമതി, പാവൻ ചന്ദ്രമതി മനസ്സിലാക്കിയില്ല. ഇനി സച്ചിയുടെയും രേവതിയുടെയും പ്രണയമാണ്. രേവതി അവിടെ നിന്ന് മാറി നിൽക്കുന്ന അത്രയും ദിവസം സച്ചിയുടെ ഉള്ളിൽ രേവതിയുടെ എത്രത്തോളം പ്രണയമുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ ഒരാളുടെ വിവാഹവും കൂടി നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എന്തൊക്കെയായിരിക്കും ഈ ഒരാഴ്ച സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അവരുടെ ഉള്ളിലും ആ ഒരു പ്രണയം അവർ നമ്മൾ സ്നേഹിച്ചു തുടങ്ങിയത്. എന്നാൽ പ്രതീക്ഷിക്കാതെയുള്ള ചന്ദ്രമതിയുടെ നീക്കം കാരണം സച്ചിയും രേവതിയും തമ്മിൽ അകന്ന് നിൽക്കുവാണ്. രേവതി തൻ്റെ വീട്ടിൽ ആടിമാസത്തെ ആ ഒരു ചടങ്ങ് നടക്കാൻ വേണ്ടിയിട്ട് ആടിമാസത്തിൽ തൻ്റെ അമ്മയുടെ വീട്ടിലോട്ട്, സ്വന്തം വീട്ടിലോട്ട് പോവുകയും സച്ചി തൻ്റെ വീട്ടിൽ നിൽക്കുവാണ്. രണ്ടുപേരും രണ്ട് രീതിയിൽ മാറി നിൽക്കുവാണ്. ഒരിക്കലും ഇവർ തമ്മിൽ ഒന്നിക്കാൻ പാടില്ല. ഒന്നിച്ചു കഴിഞ്ഞാൽ തന്റെ സ്വപ്നങ്ങളെല്ലാം നഷ്ടമാകും. ശ്രുതിക്കും ശ്രുതിക്കും മാത്രമേ ആദ്യമായിട്ട് കുഞ്ഞു പിറക്കാവൂ എന്നൊക്കെയുള്ള ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയ ചന്ദ്രമതിക്ക് ഇതൊരു തക്ക കാരണം കൊണ്ട് തന്നെ അവരെ തമ്മിൽ പിരിക്കാനായിട്ട് സാധിച്ചു. എന്നാൽ ഒരിക്കലും അവരെ തമ്മിൽ പിരിക്കാൻ പറ്റത്തില്ല എന്ന് നമ്മൾ ചന്ദ്രമതി മനസ്സിലാക്കാനായിട്ട് പോകുന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ശ്രീകാന്ത് ആ വർഷയുടെ കൂടെ അന്ന് വീട്ടിൽ പോയ സമയത്താണ് ശ്രീകാന്തിന് മനസ്സിലായത് തൻ്റെ അച്ഛൻ്റെ ആ ഒരു പെൻഷനൊക്കെ തടഞ്ഞു വെച്ച ഒരു ബദ്ധശത്രുവാണ് വർഷയുടെ അച്ഛനെന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ വർഷയുമായിട്ടുള്ള ആ ഒരു അടുപ്പം ഇനി മാറ്റുന്നതാണ് നല്ലത്, ഇല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും പ്രശ്നങ്ങളെ ഉണ്ടാകത്തുള്ളൂ എന്ന് മനസ്സിലാക്കിയ ശ്രീകാന്ത് അത് വർഷ വിളിക്കുമ്പോൾ കോൾ എടുക്കാതെയും വർഷയെ കാണാതെയും സംസാരിക്കാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ്. മാക്സിമം വർഷയിൽ നിന്ന് അകന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രീകാന്ത് ശ്രമിക്കുവാണ്. എന്നാൽ ഒരിക്കലും വർഷയ്ക്ക് ശ്രീകാന്തിനെ മറക്കാനോ ശ്രീകാന്തിൽ നിന്ന് മാറി നിൽക്കാനോ അകൽച്ച പാലിക്കാനോ ഒന്നും വർഷയ്ക്ക് സാധിക്കത്തില്ല. അപ്പോൾ വർഷയുടെ ഉള്ളിൽ അങ്ങനെ കുറേ ദിവസം ശ്രീകാന്തിനെ വിളിക്കാതെയും സംസാരിക്കാതെയൊക്കെ ഇരുന്നപ്പോൾ വർഷയുടെ ഉള്ളിൽ എന്താണ്, വർഷയുടെ ഉള്ളിൽ ഒരു പ്രണയമാണ് ശ്രീകാന്തിനോടുണ്ടായിരുന്നത്. അത് തെളിഞ്ഞു. അങ്ങനെ നേരെ വർഷ ശ്രീകാന്തിനെ ഒരു സ്ഥലത്ത് അത്യാവശ്യമായിട്ട് കണ്ടേ പറ്റത്തുള്ളൂ, ഇല്ല എന്നുണ്ടെങ്കിൽ പറ്റത്തില്ല, ശ്രീകാന്ത് വന്നേ പറ്റത്തുള്ളൂ എന്ന് നിർബന്ധിച്ചുകൊണ്ട് ശ്രീകാന്തിനെ കൊണ്ടുവരികയും എന്നിട്ട് അവിടെ വെച്ച് വർഷ ശ്രീകാന്തിനെ പ്രപ്പോസ് ചെയ്യുവാണ്. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എനിക്ക് നിന്നെ ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കത്തില്ല, അതുകൊണ്ട് ശ്രീകാന്ത് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനോട് സംസാരിക്കുകയും എന്നാൽ അവർ തമ്മിൽ കെട്ടിപ്പിടിക്കുന്ന ഈ ഒരു രംഗം വർഷയുടെ അമ്മയും അച്ഛനും വണ്ടിയിൽ പോകുന്ന സമയത്ത് കണ്ടു. അപ്പോൾ തൻ്റെ മകള് ശ്രീകാന്തിനെ പ്രണയിക്കുന്നുണ്ട്, ഇത്രത്തോളം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന, തന്നെ ഇത്രത്തോളം ശത്രുവാക്കി മാറ്റിയ, തന്നെ ഇത്രത്തോളം അപമാനിച്ച ആളുടെ മകനെയാണ് അവള് വർഷ പ്രണയിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ വർഷയുടെ അച്ഛന് ഒരുപാട് ദേഷ്യം തോന്നി. അങ്ങനെ ശ്രീകാന്തിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇതൊന്നും അറിയാതെ നമ്മുടെ സച്ചി രേവതി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. രേവതി ഇല്ലാത്ത നിമിഷങ്ങൾ, രേവതിയിൽ നിന്നും മാറി നിൽക്കുന്ന നിമിഷങ്ങൾ സച്ചിക്ക് ഒരിക്കലും സഹിക്കാനായിട്ട് പറ്റാത്തതാണ്. അങ്ങനെ അവസാനം രേവതിയെ മാക്സിമം കാണാനും സംസാരിക്കാനൊക്കെ ആയിട്ട് സച്ചി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ സച്ചി രേവതിയെ വിളിച്ചതിന് ശേഷം ഇവിടെ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, നിന്റെ അവിടെ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ, ചോറുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കുകയും എന്നാൽ നിങ്ങൾ ഇങ്ങ് വാ, ഞാൻ ഭക്ഷണം വിളമ്പി തരാം, ഇങ്ങ് വാ, നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ വിളിച്ചു വരുത്തുവാണ്. അപ്പോൾ സച്ചിക്ക് ഒരുപാട് സന്തോഷം തോന്നി രേവതിയെ കണ്ടപ്പോഴും സംസാരിച്ചപ്പോഴൊക്കെ ഉള്ള ഒരുപാട് സച്ചിയുടെ ഉള്ളിൽ ഒരു പ്രണയം ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. അങ്ങനെ പിന്നെ അവർ തമ്മിൽ എന്നും വിളിക്കുകയും സംസാരിക്കുകയും പരസ്പരം കണ്ടില്ലെങ്കിൽ പോലും ഫോണിലൂടെ അവരുടെ വാക്കുകളിലൂടെ ആ ഒരു പ്രണയം പരസ്പരം കൈമാറാനായിട്ട് സച്ചിക്കും രേവതിക്കും സാധിച്ചു. ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്, വർഷ ശ്രീകാന്തിനെ പ്രപ്പോസ് ചെയ്ത സ്ഥിതിക്ക് ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവർ നേരിടാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും. അതുവരേക്കും ബൈ.